141 പേർ മാത്രമല്ല, അതിനൊപ്പം അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ അല്ലാതെയുള്ള ആളുകളുണ്ട്. അതായത് ഈ MBBS വിദ്യാർത്ഥികളുണ്ട്, മറ്റ് ആളുകൾ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവൻ നഷ്ടമായതും ഈ കണക്കിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ അവിടെയാണ് ഈ ദുരന്തം മഹാദുരന്തമായി മാറുന്നതെന്ന് സംശയമില്ല. ഇപ്പോഴാ അനൂപ് തന്നെ പങ്കുവെക്കുന്ന വിവരമാണ്. ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും ഓരോ വിമാന സർവീസുകൾ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് അഹമ്മദാബാദിലേക്കും തിരിച്ചും സഞ്ചരിക്കാനായിട്ട് 2 വിമാന സർവീസ് എയർ ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട്. തിരിച്ചുള്ള യാത്രയും ഒരുക്കും. ഇതിനുള്ള നമ്പർ ഇപ്പോൾ യാത്ര ചെയ്യേണ്ടവർക്കായിട്ടൊരു നമ്പർ കൂടി പങ്കുവെക്കുന്നുണ്ട് എയർ ഇന്ത്യ. 1800 5691 444, അതായത് 18005691 444 ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ അതിനു വേണ്ടിയിട്ടുള്ള, അതായത് ഈ യാത്ര ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള സേവനം ഒരുക്കുമെന്നുള്ള കാര്യം എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ അന്വേഷണം തന്നെയാണ്. എങ്ങനെയാണ് സംഭവിച്ചത് ഈ ദുരന്തം എന്നുള്ളത് ബ്ലാക്ക് ബോക്സ്, ഒപ്പം തന്നെ ATS നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. വ്യോമയാന മന്ത്രി ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും എന്തായിരിക്കും ഈ വിമാനത്തിന് സംഭവിച്ചതെന്ന് അറിയുക. പക്ഷെ അതറിയുമ്പോഴും നമ്മളുടെ മുൻപിൽ ഇത്രയും ജീവനുകൾ, നമ്മുടെ സഹോദരങ്ങൾ 169 പേർ, അതിൽ ഇന്ത്യക്കാരാണ്, പോർച്ചുഗീസിൽ നിന്നുള്ള ആളുകളുണ്ട്, ബ്രിട്ടീഷ് പൗരന്മാരായിട്ടുള്ള 53 പേരുണ്ട്. ഇവരുൾപ്പെടെയാണ് ഈ ദുരന്തത്തിൽ ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്.